യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലെയറാണ് ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ്റെ അവസാനത്തെ ഡ്യൂറൻ കപ്പിലെ പെർഫോമൻസ് ഒക്കെ വളരെ മികച്ചതായിരുന്നു എന്ന് തന്നെ പറയണം. സോ എന്തായാലും അതിൻ്റെ സാഹചര്യത്തിൽ അതിൻ്റെ കോൺട്രാക്റ്റ് 2027 വരെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇതിൽ എന്താണ് പുതുമയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ എന്താ പറയുക, ഈ റിസർവ് സൈഡിൽ നിന്ന് പ്ലെയറിനെ കയറ്റി വിട്ടിട്ട് നല്ല കാര്യമാണ് നമ്മുടെ കേരള പ്ലേയേഴ്സിനെ, യങ് പ്ലേയേഴ്സിനെ റിസർവ് ടീമിൽ നിന്ന് കയറ്റി വിടുന്നതൊക്കെ. ബട്ട് അതുകൊണ്ട് റിസൾട്ടൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ഒരു റിസർവ് സൈഡും വലിയ പെർഫോമൻസ് ഒന്നും കേരള പ്രീമിയർ ലീഗിൽ പോലും കാഴ്ചവെക്കുന്നില്ല. സോ ഇവരൊക്കെ മെയിൻ ടീമിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് നിങ്ങളതിനൊന്ന് പറയുക. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ശ്രീകുട്ടൻ ഒരു മോശം പ്ലെയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാവി സിമൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അത് ISL ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല, കുറച്ച് മാറിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. സോ എന്തായാലും അദ്ദേഹം ഇപ്പോൾ LSPയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ചെൽസി, അതായത് സ്വന്തമാക്കാൻ ചെൽസി രംഗത്തുണ്ട്, പിന്നെ ബയൺ മ്യൂണിക് രംഗത്തുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ആഴ്സണലും രംഗത്തുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും ചെൽസിയാണ് ഫ്രണ്ടിലുള്ളത്. ഏത് വിധേനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന നേരത്തെ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാം. സോ അടുത്ത വീട്ടിൽ കാണുന്നൊരു ഗുഡ് ബൈ.